വേദി 7-ലെ ഹൈസ്കൂൾ വിഭാഗം പൂരക്കളി മത്സരം കഴിഞ്ഞു. റിസൾട്ട് വന്നു. കഴിഞ്ഞ തവണയിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. തുടർച്ചയായി 4-ാം തവണയും എടതിരിഞ്ഞി HDP ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇത്തവണയും 1-ാം സ്ഥാനത്തോടുകൂടി ജില്ലയെ സംസ്ഥാന വേദിയിൽ പ്രതിനിധീകരിക്കുന്നത്. ആ ടീം നമ്മോടൊപ്പം ഇപ്പോൾ ഉണ്ട്. എന്തായാലും ദൃശ്യങ്ങൾ കാണുന്ന പോലെ ആ പൂരക്കളി കഴിഞ്ഞതിൻ്റെ ഒരു ക്ഷീണമൊക്കെ അവർക്കുണ്ട്. പക്ഷേ ആവേശത്തിനൊട്ടും കുറവില്ല. എന്തായാലും നമുക്ക് അവരോട് ചോദിച്ചറിയാം വിശേഷങ്ങളൊക്കെ. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? നല്ല മത്സരമായിരുന്നു. കടുപ്പമുണ്ടായിരുന്നോ? കടുപ്പുണ്ടായിരുന്നു. എത്ര ടീമുകളുണ്ടായിരുന്നു? മൊത്തം 5 ടീം. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ തുടർച്ചയായിട്ട് ഇത് 4-ാം തവണയാണ് വരുന്നത്. ആ ഒരു ആത്മവിശ്വാസം എത്രത്തോളമാണ്? നല്ലോണം ഉണ്ട്. 100%. ഓക്കെ, ഇത് മൊത്തം പേരുകൾ നമുക്ക് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു. എന്താ പേര്? അഗ്നിവേശ്, അഭിനവ്, ആദിശേഷൻ, മിട്ടുൽ, അശ്വമേധ്, ആൽവിൻ, അഭിനന്ദ്, അജയ് ദേവ്, നന്ദു, ആര്യൻ, സൂര്യ. ഇത് എല്ലാവരും നിങ്ങൾ ഒരേ ക്ലാസ്സിലൊക്കെയാണോ അതോ പല 8, 9, 10? 9, 10. അപ്പോൾ ഹൈസ്കൂൾ മൊത്തത്തിൽ ഇങ്ങനെ എടുത്തേക്കാണ്. ടീം ഫുൾ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുരു ആരാണ്? സജീഷ്. ഹയർ സെക്കൻഡറി ഡൽഹി പോയേക്കാവ. നിങ്ങളുടെ ടീം തന്നെ ഹയർ സെക്കൻഡറിയിലും ഉണ്ട്? ഉണ്ട്. കഴിഞ്ഞ തവണ ഹയർ സെക്കൻഡറിയിൽ ഇതേ സ്കൂൾ തന്നെയായിരുന്നോ? അതെ. അപ്പോൾ ഇത്തവണയും ഒരു ഇരട്ട മാധുര്യം ഉണ്ടാവുമോ? ഉണ്ടാവും. ഉണ്ട്. HDP സ്കൂൾ തന്നെ സംസ്ഥാനത്ത് പൂരക്കളിയിൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലും പോകുമെന്നാണ് വിശ്വാസം. അതെ, അങ്ങനെ തന്നെ ആവട്ടെ. വിശ്വാസമല്ല പോവും. ഈ ഒരു ആത്മവിശ്വാസമാണ് ഇവരുടെ മുതൽക്കൂട്ടായിട്ടുള്ളത്. എന്തായാലും നമുക്ക് അവരുടെ ഒരു 2 ചുവടുകൾ കൂടി നമുക്ക് ഒന്ന് കാണാം. എടതിരിഞ്ഞി സ്കൂളിനെ സംബന്ധിച്ച് ഇത് ഒരു പുതുമയല്ല. ഇവർ കഴിഞ്ഞ 4 വർഷമായി സംസ്ഥാന വേദിയിൽ ഇവരുടെ ഒരു അപ്രമാദിത്യമാണ് കാണുന്നത്. എന്തായാലും ഇത്തവണയും സംസ്ഥാന വേദിയിൽ ഇതേ മികവ് ആവർത്തിച്ച് വിജയം കൈവരിക്കാൻ കഴിയുമെന്നുള്ളതാണ് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അതോടുകൂടി ജില്ലയ്ക്ക് വലിയൊരു അഭിമാന നേട്ടവും ഇവർ കൊണ്ടെത്തിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം തന്നെയാണ്. അത് അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഒപ്പം തന്നെ എല്ലാവിധ ആശംസകളും.